കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ തള്ളി കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. കേരളത്തിന്റെ കേന്ദ്രവിരുദ്ധ സമരത്തിന് പിന്തുണ. ജന്തർ മന്ദറിൽ കർണാടകയുടെ പ്രതിഷേധം തുടങ്ങി. ಯಾವುದು ಕಾಲಿಲ್ಲ. ನಾವು ಸರ್ಕಾರ ನಡೆಸ್ತೇವೆ, ನಮ್ಗೆ ಗೊತ್ತಿದೆ, ನಮ್ ದುಡ್ಡು ನಮ್ಗೆ ಕೊಟ್ಬಿಡಿ ಸಾಕು. ವಿಲ್ ಆಲ್ಸೋ ಇಂಡಿಯಾ ಇಸ್ ಎನ್ ಯುನೈಟೆಡ್ ಕಂಟ್ರಿ. ಇಟ್ ಇಸ್ ನಾಟ್ ಓನ್ಲಿ ಒನ್ ಸ್ಟೇಟ್. ಯು ಡೋಂಟ್ ಗಿವ್ ಟು ಗುಜರಾತ್, ಯು ಗಿವ್ ಟು ಕರ್ನಾಟಕ ಆಲ್ಸೋ. ಅಲ್ಲಿಂದ ಈ ಸರ್ಕಾರಕ್ಕೆ ಕಣ್ಣು ಇಲ್ಲ, ಹೃದಯನೂ ಇಲ್ಲ, ಕಿವಿನೂ ಇಲ್ಲ. They are our neighbors. They are our neighbors. We respect them. They are contributing to the world's economy. തീർച്ചയായും ഇതിന്റെ വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. നിതിൻ, അതായത് ഇതിനകത്ത് വലിയ മാനങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് കർണാടക കേന്ദ്ര സർക്കാരിനെതിരെ പോരടിക്കുകയാണ് അവകാശങ്ങൾക്കായി. നാളെ ഇതാ അയൽ സംസ്ഥാനം കൂടിയായ നമ്മുടെ സംസ്ഥാനം കേരളം അവിടേക്ക് പോവുകയാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിനെതിരെ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത്. DMK അടക്കമുള്ളവർ നാളെ ഭാഗഭാക്കാകുന്നുണ്ട് സമരത്തിൽ. ഇങ്ങനെ ഒരു വശം. രണ്ട്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയാകുന്നു. കേരളത്തോടൊപ്പം സമരം നയിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് കർണാടകത്തിലെ കോൺഗ്രസ് AICCയുടെ ഭാഗം കൂടിയായ ഡി.കെ. ശിവകുമാർ പറയുന്നു കേരളത്തിനൊപ്പമാണ്, സഹോദര സംസ്ഥാനത്തിനൊപ്പമാണെന്ന്. അജിംഷാദ്, തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു കാര്യം, കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക PCC അധ്യക്ഷനുമായ ഡി.കെ. ശിവകുമാറിൻ്റെ നിലപാട് തന്നെയാണ്. അതായത് കേരളം നാളെ, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ, കേരളത്തിലെ മന്ത്രിസഭ ഒന്നടങ്കം ഡൽഹി ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരവുമായി അണിനിരക്കുകയാണ്. ഈ സമരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ സംസ്ഥാന സർക്കാർ തേടിയിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ആരാഞ്ഞിരുന്നു. എന്നാൽ CPM-മായി യോജിച്ച ഒരു സമരത്തിന് തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് ഈ വിഷയത്തിൽ UDF കൈക്കൊണ്ടത്. എന്നാൽ ഇന്ന് കർണാടകയുടെ സമരം നടക്കുന്നതിന് മുന്നോടിയായാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ ഡി.കെ. ശിവകുമാർ മാധ്യമങ്ങളെ കാണുകയും കേരളം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന് കർണാടകയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. അതായത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം കേരളത്തിന്റെ സമരത്തിനോടൊപ്പം ഉണ്ടാകില്ല, അല്ലെങ്കിൽ സമരത്തിനോടൊപ്പം അണിനിരക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ കർണാടക കേരളത്തിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കർണാടകയുടെ നിലപാട് എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ കർണാടകയും കേരളവും എല്ലാം തന്നെ ഒരേ വിഷയത്തിൽ BJP ഇതര സംസ്ഥാന സർക്കാരുകളെ സ്വാഭാവികമായും കേരളവും കർണാടകയും ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് എന്നോ CPIM എന്നോ LDF എന്നോ വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ ഒന്നിച്ചു പോരാടുന്നു എന്ന പ്രത്യേകതയ്ക്കൊപ്പം കേരളത്തിലെ കോൺഗ്രസ്, KPCC, VD സതീശൻ, K സുധാകരൻ അടക്കമുള്ളവർ യഥാർത്ഥത്തിൽ ഈ സംരംഭത്തിൽ നിന്ന്, കോൺഗ്രസിന്റെ ഈ ദേശീയ വീക്ഷണത്തിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കുകയാണ്. ഒരുപക്ഷെ LDF-നും CPIM-നും കേരളത്തിലെ കോൺഗ്രസിനെതിരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ഒരു വിശാലമായ ദേശീയ കാഴ്ചപ്പാടിൽ ഈ വിഷയങ്ങളെ പ്രതിരോധിക്കാനായി രംഗത്തിറക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യം കൂടി കേരളത്തിലെ കോൺഗ്രസിനുണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട്. തീർച്ചയായും ഏറ്റവും പ്രത്യേകമായ ഒരു സാഹചര്യം അതുതന്നെയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP ഇതര സർക്കാരുകളെ അല്ലെങ്കിൽ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ എല്ലാ രൂപത്തിലും വലിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ, അല്ലെങ്കിൽ കേരള സർക്കാർ തന്നെ ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരു വലിയ സമരം പ്രഖ്യാപിച്ചത്. കർണാടകയും സമരവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. കർണാടകയും സമാനമായ അവസ്ഥ നേരിടുന്നു. നമ്മോടൊപ്പം VP ദുൽകിഫിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി ചേരുകയാണ്. ശ്രീ ദുൽകിഫിൽ, ഈ ഉപമുഖ്യമന്ത്രി, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ ഈ